വട്ട മിനുക്കപ്പണിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ സ്ഥാനം ഉറപ്പിച്ചിരുന്ന പ്രമുഖ നേതാക്കൾ പുറത്താകുകയും വെയിറ്റിംഗ് ലിസ്റ്റിലുണ്ടായിരുന്ന ചിലർ ഇടം പിടിക്കുകയും ചെയ്തു. സാമുദായിക സന്തുലനം മുതൽ ഗ്രൂപ്പ് താൽപര്യങ്ങളും സർവേ ഫലങ്ങളിലെ കണ്ടെത്തലുകളും പട്ടികയിലെ പുതിയ മാറ്റങ്ങൾക്ക് കാരണമായി എന്നാണ് അടക്കം പറച്ചിൽ. കണ്ണൂരിൽ മത്സരിക്കണമെന്ന ആഗ്രഹവുമായി ഡൽഹിയിൽ തമ്പടിച്ച് കോൺഗ്രസ് നേതൃത്വത്തെ 2 ദിവസം മുൾമുനയിൽ നിർത്തിയ നേതാവായിരുന്നു കെ സുധാകരൻ. എന്നാൽ അവസാന നിമിഷത്തിൽ കെ സുധാകരന്റെ സ്ഥാനത്ത് കോൺഗ്രസ് നേതൃത്വം കണ്ടുപിടിച്ചത് ടി.എ. മോഹനനെയായിരുന്നു. ദിവസങ്ങൾ നീണ്ട രാഷ്ട്രീയ നാടകങ്ങൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ഒടുവിലാണ് മുൻ KPCC അധ്യക്ഷൻ കെ സുധാകരൻ പാർട്ടിക്ക് വിധേയനായത്. സ്വതന്ത്രനായി മത്സരിക്കില്ല എന്നും പാർട്ടിയിൽ തുടരുമെന്നും വ്യക്തമാക്കി കെ സുധാകരൻ രംഗത്ത് വന്നതോടെ കണ്ണൂരിലെ പ്രശ്നങ്ങൾ ചെറുതായൊന്ന് കെട്ടടങ്ങി. കെ സുധാകരന് മേൽ ചിലർ സമ്മർദ്ദം ചെലുത്തിയാണ് ഇത്രയും പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയതെന്നാണ് ഹൈക്കമാൻഡിന്റെ വിലയിരുത്തൽ. KS-ന് മാത്രമായി ഇളവ് നൽകിയാൽ മറ്റ് MP-മാരെയും പരിഗണിക്കേണ്ടി വരുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ സുധാകരനെ ബോധ്യപ്പെടുത്തി. ഇതോടെയാണ് സുധാകരൻ അയഞ്ഞത് എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. അതേസമയം എൽദോസ് കുന്നിപ്പിള്ളിക്ക് വിനയായത് നിലവിലുള്ള കേസാണ്. കോന്നിയിൽ അടൂർ പ്രകാശിനെ ഒഴിവാക്കിയെങ്കിലും ഈഴവ പ്രാതിനിധ്യം കൂടി കണക്കിലെടുത്ത് സതീഷ് കൊച്ചുപറമ്പിലിനെ സ്ഥാനാർത്ഥിയാക്കുകയായിരുന്നു. റാന്നിയിൽ പഴക്കുളം മധുവിന്റെ പേരിന് പകരം ആരോൺ ബിജിലിയുടെ പേര് വന്നെങ്കിലും KC വേണുഗോപാൽ മധുവിനായി നിർബന്ധം പിടിച്ചു. ഏറ്റുമാനൂരിൽ പോസ്റ്റർ വരെ അടിച്ച ജോസഫ് വാഴയ്ക്കനെ ഒഴിവാക്കി നാട്ടകം സുരേഷിനെ നിയോഗിച്ചത് അവസാന നിമിഷമാണ്. കോട്ടയം ജില്ലയിൽ സാമുദായിക പ്രാതിനിധ്യം കൂടി കണക്കിലെടുത്തായിരുന്നു തീരുമാനം മാറ്റൽ. ഇടുക്കിയിൽ റോഷി അഗസ്റ്റിനെതിരെ ജോയ് വെട്ടിക്കുഴിയായിരുന്നു ആദ്യം മുതലുള്ള പരിഗണന. എന്നാൽ അവസാന നിമിഷം തീരുമാനം റോയ് കെ പൗലോസിന് അനുകൂലമാകുകയായിരുന്നു. കോൺഗ്രസ് പട്ടികയിൽ മാർത്തോമ സഭയ്ക്ക് ഒരു സീറ്റ് പോലും ഇല്ല എന്ന കുറവ് പരിഹരിക്കാനുള്ള ശ്രമമാണ് ചെങ്ങന്നൂരിൽ എബി കുര്യാക്കോസിനെ തിരഞ്ഞെടുക്കാൻ കാരണമെന്നാണ് റിപ്പോർട്ട്. ആറന്മുളയിൽ ഓർത്തഡോക്സ് സഭാ സെക്രട്ടറി ബിജു ഉമ്മന്റെ പേരും പരിഗണിക്കപ്പെട്ടെങ്കിലും സഭാ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും നേരിട്ട് മത്സര രംഗത്തേക്ക് കൊണ്ടുവരുന്നതിനോട് യോജിപ്പുണ്ടായില്ല. ഈ സ്ഥാനത്തേക്ക് യുവ നേതാവ് അബിൻ വർക്കിയെ തിരഞ്ഞെടുക്കുകയായിരുന്നു. യൂത്ത് കോൺഗ്രസ് സ്റ്റേറ്റ് പ്രസിഡന്റ് സ്ഥാനം നൽകാത്തതിന്റെ കുറവ് ഇതിലൂടെ പരിഹരിക്കപ്പെട്ടു എന്നും പറയാം. കൊച്ചിയിൽ ദീപ്തി മേരി വർഗീസിന് മേൽ മുഹമ്മദ് ഷിയാസിന്റെ പേരിന് മുൻതൂക്കം ലഭിച്ചതും ശ്രദ്ധേയമാണ്. പല തവണയായി തഴയപ്പെട്ട് കഴിയുന്ന ആള് കൂടിയാണ് ദീപ്തി മേരി വർഗീസ്. DCC പ്രസിഡന്റ് എന്ന നിലയിൽ നടത്തിയ പ്രവർത്തനത്തിനുള്ള അംഗീകാരം കൂടിയായി സ്ഥാനാർത്ഥിത്വത്തെ കാണാം. ആലപ്പുഴയിൽ AA ഷുക്കൂർ തഴയപ്പെട്ടപ്പോൾ പകരം പരിഗണിക്കപ്പെട്ടത് മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിച്ചതിന് ഗവൺമെന്റിന്റെ അടക്കം മർദ്ദനം ഏറ്റുവാങ്ങിയ AD തോമസ് എന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനാണ്. KPCC പ്രസിഡന്റും 7 DCC പ്രസിഡന്റുമാരുമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി ജനവിധി തേടുന്നത്. KPCC പ്രസിഡന്റിന്റെ ചുമതല ആരെയെങ്കിലും ഏൽപ്പിക്കുമോ എന്നത് വ്യക്തമല്ല. എന്നാൽ DCC പ്രസിഡന്റുമാരുടെ ചുമതലയിൽ പകരക്കാർ വരും. N ശക്തൻ തിരുവനന്തപുരം, സതീഷ് കൊച്ചുപറമ്പിൽ പത്തനംതിട്ട, നാട്ടകം സുരേഷ് കോട്ടയം, മുഹമ്മദ് ഷിയാസ് എറണാകുളം, T തങ്കപ്പൻ പാലക്കാട്, K പ്രവീൺകുമാർ കോഴിക്കോട്, VS ജോയി മലപ്പുറം എന്നിവരാണ് മത്സര രംഗത്തുള്ള DCC പ്രസിഡന്റുമാർ. സീറ്റ് നിഷേധിക്കപ്പെട്ട എൽദോസ് കുന്നിപ്പിള്ളിയെ എറണാകുളം DCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുമെന്നാണ് റിപ്പോർട്ട്. അവസാന നിമിഷത്തിൽ പ്രമുഖരെ ഒഴിവാക്കിയുള്ള കോൺഗ്രസ് പട്ടികയെ ചൊല്ലി സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് നടന്നത്. ദിവസങ്ങൾ നീണ്ട രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കൊടുവിൽ ഇന്ന് നേതാക്കന്മാർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ഏപ്രിൽ 9-നാണ് കേരളക്കര കാത്തിരിക്കുന്ന വോട്ടെടുപ്പ്. ഇതിനിടയിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് ഇനി കാത്തിരുന്നു കാണാം.